ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC നടത്തുന്ന കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിടുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് 12 ഒക്ടോബർ ഷിഫ്റ്റ് 1 മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതേ 12 ഒക്ടോബർ ഷിഫ്റ്റ് 2ൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Mohan offers to sell his articles at a discount of 20%, but he marks his articles by increasing the price of each by 35%. What percentage would his gain be? ഓക്കെ, അതായത് മോഹൻ ഒരു ആർട്ടിക്കിൾ സെല് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ കോസ്റ്റ് പ്രൈസ് 100% ആണെന്ന് വിചാരിക്കുക. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 100% ആണെന്ന് വിചാരിക്കുക. മോഹൻ എത്രയാണ് സെല് ചെയ്യുന്നത്? മോഹൻ ഒരു ആർട്ടിക്കിൾ 20% ഡിസ്കൗണ്ടിന് കൊടുക്കുന്നു. പക്ഷേ അയാൾ അതിന് മുന്നേ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും കോസ്റ്റ് പ്രൈസിൽ നിന്ന്? ബട്ട് ഹി മാർക്സ് ഹിസ് ആർട്ടിക്കിൾസ് ബൈ ഇൻക്രീസിങ് ദ പ്രൈസ് ഓഫ് ഈച്ച് ബൈ 35%. ഓക്കെ, കോസ്റ്റ് പ്രൈസിൽ നിന്ന് 35% ഇൻക്രീസ് ചെയ്തിട്ടാണ് അദ്ദേഹം 20% ഡിസ്കൗണ്ടിന് കൊടുക്കുന്നത്. അപ്പോൾ നോക്കി, അപ്പോൾ മാർക്ക് പ്രൈസ് എന്തായിരിക്കും? മാർക്ക് പ്രൈസ് എന്ന് പറയുന്നത് 100%ൽ നിന്നും 35% കൂട്ടി. അപ്പോൾ എത്രയായി? 135%. ഇനി എന്ത് ചെയ്തു? ഇനി അദ്ദേഹം 20% ഡിസ്കൗണ്ടിന് കൊടുത്തു. ഓക്കെ, അപ്പോൾ 20% ഡിസ്കൗണ്ട്, അതായത് -1/5. -1/5 എന്ന് പറഞ്ഞാൽ 27 ആണ്. 135ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 27 ആണ്. അപ്പോൾ 27 കുറച്ചാൽ എത്ര കിട്ടും? 108 കിട്ടും. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായി? 108 ആയി. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മോഹൻ അയാളുടെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക. 35% കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, 135 ആയി. പിന്നീട് അദ്ദേഹം 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തായി? 108 ആയി. അപ്പോൾ 100ൽ നിന്നും അദ്ദേഹം വിൽക്കുന്ന വില 108. അപ്പോൾ ലാഭശതമാനം എത്ര? 100ൽ നിന്നും 108, സോ 8%. 8% ആണ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 30 men working 8 hours per day can dig a pond in 16 days. By working how many hours per day can 32 men dig 2 same ponds in 20 days? ഇതിനൊരു ഫോർമുല ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റിന് ഒരു ഫോർമുല ഉണ്ട്. ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. M1 D1 H1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 H2 ഡിവൈഡഡ് ബൈ W2. ഓക്കെ അല്ലേ? M1 D1 H1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 H2 ഡിവൈഡഡ് ബൈ W2. M എന്ന് പറഞ്ഞാൽ മെൻ, D നമ്പർ ഓഫ് ഡേയ്സ്, H എന്ന് പറഞ്ഞാൽ ഹവേഴ്സ്. ഈ W എന്തായിരിക്കും? വർക്കായിരിക്കും. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 men വർക്കിംഗ് 8 hours per day in 16 days. നമ്മുടെ വർക്ക് 1 ആണ്. ഈസ് ഈക്വൽ ടു, ഇനി അപ്പുറത്ത് എന്താ? 32 men ഇൻ 20 days. ഹവർ നമുക്കറിയില്ല, H ആണ് ഹവർ നമുക്കറിയില്ല. പക്ഷേ വർക്ക് എത്ര? 2 same ponds ആണ്. ബൈ വർക്കിംഗ് ഹൗ മെനി ഹവേഴ്സ് പെർ ഡേ ക്യാൻ 32 men dig 2 same ponds. അപ്പോൾ ഇവിടെ വർക്ക് 2 ആണ്. ഓക്കെ, 2 same ponds ആയതുകൊണ്ട് 2. അപ്പോൾ H ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്യാം, 10 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 3 വന്നു. ഇനി 8 × 4 ആണ് 32, 4 × 4 ആണ് 16, 3 × 4 എത്ര വന്നു? 12. അപ്പോൾ H ഈസ് ഈക്വൽ ടു 12 hours. 12 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇഫ് A - B ഈസ് ഈക്വൽ ടു 4 ആൻഡ് A³ - B³ ഈസ് ഈക്വൽ ടു 88, ദെൻ ഫൈൻഡ് ദി വാല്യൂ ഓഫ് A² - B². എന്താണ് ചോദിച്ചിരിക്കുന്നത്? A - B ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. A³ - B³ 88 എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം A² - B² കാണാനാണ്. അപ്പോൾ നമുക്കറിയാം A² - B² എന്ന് പറഞ്ഞാൽ A + B × A - B ആണ് അല്ലേ? A² - B² എന്ന് പറഞ്ഞാൽ A + B × A - B ആണ്. അപ്പോൾ A - B തന്നിട്ടുണ്ട്, A³ - B³ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, ശ്രദ്ധിക്കുക. A³ - B³ ഈസ് ഈക്വൽ ടു A - B × A² + B² + AB. ഓക്കെ, A³ - B³ ഈസ് ഈക്വൽ ടു A - B × A² + B² + AB. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഈ ഫോർമുല നമുക്ക് ഒന്നും കൂടി എഴുതാം. അതായത് A³ - B³ ഈസ് ഈക്വൽ ടു A - B ×
ഇവനെങ്ങനെ എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് 3ab എന്ന് എഴുതാം അല്ലേ? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് 3ab കൂടി ചെയ്താൽ ഈ ഫോമായി. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്? കാരണം നമുക്ക് എ മൈനസ് ബി ഉള്ളൂ, അതിൽ നിന്നും എ ബി കിട്ടും. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്? 88 ആണ്. ഈസ് ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ്. ഇനി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? 16 പ്ലസ് 3ab. ഇത് സോൾവ് ചെയ്യുക. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം 22. ഈ 16 ഇങ്ങോട്ട് വരുമ്പോൾ 6 ആവും. അപ്പോൾ 3ab ഈസ് ഈക്വൽ ടു 6, ab ഈസ് ഈക്വൽ ടു 2. അടുത്ത എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. നമുക്ക് വേണ്ടത് പ്ലസ് 2ab ആണ്, അതുകൊണ്ട് 4ab എന്ന് എഴുതി. ഇനി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ 16 പ്ലസ് എ ബി 2 ആണ്, 4ab 8 വന്നു. സോ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ത് വന്നു? 24. സോ എ പ്ലസ് ബി എന്ത് വന്നു? 2√6. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ 24 വന്നു, എ പ്ലസ് ബി 2√6. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. എ മൈനസ് ബി 4 ആണ്, എ പ്ലസ് ബി 2√6 ആണ്. അപ്പോൾ എന്ത് വന്നു? 8√6 വന്നു. 8√6 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി. ഇനി നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ആൻസർ പിക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഫോർമുല അല്ലേ, ഇതാണ് ഫോർമുല. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. എ മൈനസ് ബി എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് എ മൈനസ് ബി 4 ആണ്. അപ്പോൾ 4 ഇൻറ്റു സംതിങ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. 7√6 ആണ്, 9, 6√6 ആണ്, 8√6. ഇവിടെ 8√6 മാത്രമാണ് 4ൻ്റെ മൾട്ടിപ്പിൾ വരുന്നത്. സോ അതായിരിക്കും ആൻസർ. ഓക്കെ, എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം, സമയമുണ്ടെങ്കിൽ ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രം എന്താണ് ആൻസർ മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When 77 raised to 77 plus 77 is divided by 78, the remainder is. അതായത് ചോദ്യം 77 raised to 77 plus 77 divided by 78. ഇതിൻ്റെ റിമൈൻഡർ കാണാനാണ് ചോദ്യം. ഓക്കെ അല്ലേ? ഇനി റിമൈൻഡർ തിയറം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 6നെ ഞാൻ 8 കൊണ്ട് ഹരിക്കുകയാണ്. 6 ഈസ് ഡിവൈഡഡ് ബൈ 8. ഇതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും? 8നേക്കാളും താഴെയാണ് 6, അപ്പോൾ റിമൈൻഡർ 6 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ റിമൈൻഡർ 6 ആയിരിക്കും. പക്ഷേ ഇതിന് ഒരു റിമൈൻഡറും കൂടി ഉണ്ട്. അതായത് ഈ 8ൽ നിന്നും 6 എത്ര കുറവാണ്? -2 കുറവാണ് അല്ലേ? അപ്പോൾ -2 ആയിരിക്കും ഇതിൻ്റെ മറ്റൊരു റിമൈൻഡർ. അപ്പോൾ ഇനി 8 - 2 ചെയ്താൽ എന്ത് കിട്ടും? അടുത്ത റിമൈൻഡർ കിട്ടും, 6 കിട്ടും. ഓക്കെ, അപ്പോൾ 2 റിമൈൻഡേഴ്സ് ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് നമ്മൾ ഈ റിമൈൻഡേഴ്സൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ഈ റിമൈൻഡറും യൂസ് ചെയ്യുക. അതായത് 2 കൺസെപ്റ്റ് ഉണ്ട് റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള. അടുത്ത എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ 7 ഡിവൈഡഡ് ബൈ 8 ആണെന്ന് വിചാരിക്കുക. 7 ഡിവൈഡഡ് ബൈ 8. ഇതിൻ്റെ റിമൈൻഡർ എന്താ? 8ൽ നിന്നും 7 എത്ര കുറവാണ്? -1 കുറവാണ്. അപ്പോൾ -1 ആണ് ഇതിൻ്റെ റിമൈൻഡർ. ഇനി മറ്റൊരു റിമൈൻഡർ എന്തായിരിക്കും? 8ൽ നിന്നും ഈ -1 കുറയ്ക്കുക, 7 ആയിരിക്കും മറ്റൊരു റിമൈൻഡർ. ഓക്കെ, അപ്പോൾ 2 റിമൈൻഡേഴ്സ് ഉണ്ട്, -1ഉം 7ഉം. അപ്പോൾ ആ കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ആണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 77 ഡിവൈഡഡ് ബൈ 78 റേസ് ടു 77 ഇങ്ങനെ എഴുതാം അല്ലേ? പ്ലസ് 77 ഡിവൈഡഡ് ബൈ 78. അപ്പോൾ നോക്കിയേ, 77 ഡിവൈഡഡ് ബൈ 78 എന്താണ് റിമൈൻഡർ വരുന്നത്? -1. -1 റേസ് ടു 77 അല്ലേ? ഈ പൊക്കത്ത് ഇവിടെ ഒരു 77 ഉണ്ട് പവർ. -1 റേസ് ടു 77 പ്ലസ് ഇവിടെ എന്തായിരിക്കും? -1 തന്നെ, -1. ഓക്കെ അല്ലേ? ഇനി -1 റേസ് ടു 77 -1 ആണ്, ഇവിടെ -1 ആണ്. നമുക്ക് എന്ത് കിട്ടി? -2 ആണ് നമ്മുടെ റിമൈൻഡർ. -2 ആണ് നമ്മുടെ റിമൈൻഡർ. പക്ഷേ ഓപ്ഷനിൽ -2 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 78 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ 78 - 2 76 ആയിരിക്കും മറ്റൊരു റിമൈൻഡർ. അതിവിടെ ഉണ്ട്, ഓപ്ഷൻ എ 76 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇൻ ദ ഗിവൺ ഫിഗർ O is the center of the circle.
its two chords AB and CD intersect each other at the point P within the circle. If AB is equal to 15 centimeter, PB is equal to 9 centimeter, CP is equal to 3 centimeter, then find the length of PD. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ O ആണ്. ഇത് മനസ്സിലായല്ലോ. ഇനി രണ്ട് കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, AB CD. ഓക്കെ, രണ്ട് കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, എ ബിയും സി ഡിയും. ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്താണ്? പി ആണ്. ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് പി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി? ഒരു സർക്കിളിനകത്ത് രണ്ട് കോഡ് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഫോർമുല? എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു സി ഡി. ഓക്കെ, എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു സി ഡി. നമുക്ക് എ ബി അറിയാം 15 ആണ്, പി ബി അറിയാം 9 ആണ്. അങ്ങനെയാണെങ്കിൽ എ പി എന്തായിരിക്കും? 6 ആയിരിക്കും. ഓക്കെ, എ ബി 15 ആണ്, പി ബി 9 ആണ്. അങ്ങനെയാണെങ്കിൽ എ പി എന്ന് പറഞ്ഞാൽ 15 - 9 6. സി പി തന്നിട്ടുണ്ട് 3 അല്ലേ? സി പി തന്നിട്ടുണ്ട് 3. അങ്ങനെയാണെങ്കിൽ പി ഡി എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ പി 6, പി ബി എത്രയാണ്? 9 ഈസ് ഈക്വൽ ടു സി പി 3, സി പി ഇൻറ്റു പി ഡി ആണ് കേട്ടോ, സോറി, സി പി ഇൻറ്റു പി ഡി. ഓക്കെ, പി ഡി എത്രയാണ്? പി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുക. 6 × 3 18 ആയിരിക്കും കറക്റ്റ് ആൻസർ. പി ഡി ഈസ് ഈക്വൽ ടു 18. ഓക്കെ, പി ഡി ഈസ് ഈക്വൽ ടു 18 ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ മാൻ ഡിവൈഡഡ് ഹിസ് ജേർണി ഇൻ ടു 3 പാർട്സ് ഓഫ് ഡിസ്റ്റൻസസ് 18 കിലോമീറ്റർ, 20 കിലോമീറ്റർ ആൻഡ് 27 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്തു പോവാം. അതായത് 3 ഭാഗമായിട്ട് തിരിക്കുന്നു. എ ബി സി ഡി. ഓക്കെ, ഒരു മാൻ അദ്ദേഹത്തിൻ്റെ ജേർണി 3ആയിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 18 കിലോമീറ്റർ. 18 കിലോമീറ്റർ. ഇവിടെ ഡി എഴുതി, ഡി ആണ് 18 കിലോമീറ്റർ. അടുത്ത ഡിസ്റ്റൻസ് 20 കിലോമീറ്റർ. അടുത്ത ഡിസ്റ്റൻസ് 27 കിലോമീറ്റർ. ഓക്കെ അല്ലേ? അടുത്ത ഡിസ്റ്റൻസ് 27 കിലോമീറ്റർ. ഹി ട്രാവൽഡ് ദ ഡിസ്റ്റൻസസ് അറ്റ് ദ സ്പീഡ് ഓഫ് 6 km/h, 5 km/h, ഇത് 5 ആണ് കേട്ടോ, 5 km/h ആൻഡ് 9 km/h റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് അദ്ദേഹം എത്ര ദൂരം സഞ്ചരിച്ചു? 6 km/h സഞ്ചരിച്ചത്. ബിയിൽ നിന്നും സിയിലേക്ക് 5 km/h, സിയിൽ നിന്നും ഡിയിലേക്ക് 9 km/h. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ടൈം കാണാം. ഇതിനെടുത്ത ടൈം എത്ര? 18/6 3 hours. 3 hours ആണ്. ഇനി 20/5 4 hours ആണ്. 27/9 3 hours ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് 3 മണിക്കൂർ എടുത്തു, ബിയിൽ നിന്നും സിയിലേക്ക് 4 മണിക്കൂർ എടുത്തു, സിയിൽ നിന്നും ഡിയിലേക്ക് 3 മണിക്കൂർ എടുത്തു. ഇനി ചോദ്യം എന്താണ്? വാട്ട് വാസ് ഹിസ് ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ദ എൻറ്റയർ ജേർണി? ആവറേജ് സ്പീഡാണ് ചോദ്യം. ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 18 + 28 38, 38 + 27 65. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 65 ആണ്. ടോട്ടൽ ടൈം എത്രയാണ്? 3 + 4 7, 7 + 3 10. ഓക്കെ, അപ്പോൾ ടോട്ടൽ ടൈം 10 hours ആണ്. ഡിസ്റ്റൻസ് 65 kilometers ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 6.5 km/h. 6.5 km/h. ഓക്കെ, അപ്പോൾ ഉത്തരം ഡി, 6.5 km/h. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. XYZ is a triangle. If the medians ZL and YM intersect each other at G, then area of triangle GLM is to area of triangle XYZ is. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. XYZ എന്ന ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. രണ്ട് മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഏതൊക്കെയാ? ZL, മറ്റൊരു മീഡിയൻ YM. ഇവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് G, സെൻട്രോയിഡ്. മീഡിയൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് സെൻട്രോയിഡാണ് G. ഓക്കെ, ദെൻ ഏരിയ ഓഫ് GLM ഈസ് ടു ഏരിയ ഓഫ് XYZ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എക്സും ജിയും ഒന്ന് വെറുതെ ജോയിൻ ചെയ്യാം. ഇനി നമ്മുടെ മീഡിയൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിൾസ് XGY
എക്സ് ജി വൈ, ട്രയാങ്കിൾസ് എക്സ് ജി ഇസഡ്, ട്രയാങ്കിൾ എക്സ് ജി ഇസഡ്, ട്രയാങ്കിൾ എക്സ് ജി ഇസഡ്, ട്രയാങ്കിൾ വൈ ജി ഇസഡ്, ട്രയാങ്കിൾ വൈ ജി ഇസഡ്, ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. ഇവർ ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവർ ഈ മീഡിയൻ മൂന്നായിട്ട് ഈ ട്രയാങ്കിൾസിനെ ഡിവൈഡ് ചെയ്യുന്നു. അതായത് എക്സ് ജി വൈ, എക്സ് ജി ഇസഡ്, വൈ ജി ഇസഡ്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ 3 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ഇനി നമുക്ക് നോക്കാം. ഇനി എല്ലും എമ്മും ജോയിൻ ചെയ്യാം. കാരണം നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ജി എൽ എം ആണ്. ഇനി മറ്റൊരു പ്രോപ്പർട്ടി, മീഡിയൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും. അതായത് ഈ പോയിൻ്റ്, ഈ എൽ എന്ന് പറഞ്ഞ പോയിൻ്റ് ഈ എക്സ് വൈ എന്ന സൈഡിനെ ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യുന്നു. അതായത് എക്സ് എൽ ഈസ് ഈക്വൽ ടു എൽ വൈ ആയിരിക്കും. അതേപോലെ തന്നെ എക്സ് എം ഈസ് ഈക്വൽ ടു എം ഇസഡ് ആയിരിക്കും. ഓക്കെ, മീഡിയൻസ് ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും സൈഡിനെ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ എൽ ആൻഡ് എം എന്താണ്? മിഡ് പോയിൻറ്റ്സ് ആണ് അല്ലേ? എക്സ് വൈയുടെ മിഡ് പോയിൻറ്റ്സ് ആണ് ഈ എല്ലും എമ്മും. അപ്പോൾ എല്ലും എമ്മും മിഡ് പോയിൻ്റ് ആണെങ്കിൽ ആ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്യുക. അതായത് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തു എങ്കിൽ എൽ എം ഈസ് പാരലൽ ടു വൈ ഇസഡ് ആയിരിക്കും. എൽ എം ഈസ് പാരലൽ ടു വൈ ഇസഡ്, എൽ എം ഈസ് പാരലൽ ടു വൈ ഇസഡ്. ഒരു കാര്യം കൂടിയുണ്ട്, അങ്ങനെയാണെങ്കിൽ എൽ എം എന്ന് പറഞ്ഞ സൈഡ് 1 ആണെങ്കിൽ വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും SSC ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. എൽ എം എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ഇനി ഈ 2 ട്രയാങ്കിൾസ് നോക്കുക. എൽ ജി എം, എക്സ് ജി ഇസഡ്, ഈ 2 ട്രയാങ്കിൾസ് നോക്കിയേ. ഈ ആംഗിളും സെയിം ആണ്. എന്താണ്? ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ ആംഗിൾ സെയിം ആണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഈ ആംഗിളും സെയിം ആണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ 3 ആംഗിൾസും 2 ട്രയാങ്കിളിൻ്റെ സെയിം ആണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്താണ് അവിടെ വരുന്നത്? കോൺഗ്രുവൻസി ആണ് അല്ലേ? ഈ 2 ട്രയാങ്കിളും സിമിലർ ആണ്. അപ്പോൾ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് എഴുതാം ട്രയാങ്കിൾ എൽ ജി എം ഈസ് സിമിലർ ടു ട്രയാങ്കിൾ വൈ ജി ഇസഡ്. ഓക്കെ അല്ലേ? അപ്പോൾ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അവരുടെ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഏരിയയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈഡിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ A1 ഡിവൈഡഡ് ബൈ A2. ഓക്കെ, ഇതിൻ്റെ ഏരിയ A1 ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ഏരിയ A2 ആണെന്ന് വിചാരിക്കുക. A1 ഡിവൈഡഡ് ബൈ A2 എന്ന് പറഞ്ഞാൽ LM സ്ക്വയർ ഡിവൈഡഡ് ബൈ YZ സ്ക്വയർ. അതായത് ഇഫ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ, ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയാസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദെയർ സൈഡ്സ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ എൽ എം ജി അവൻ്റെ ഏരിയ എന്ത് വന്നു? 1 വന്നു. എൽ എം ജിയുടെ ഏരിയ 1 ആണെങ്കിൽ വൈ ഇസഡ് ജി അവൻ്റെ ഏരിയ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, എൽ എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, വൈ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ വൈ ഇസഡ് ജി 4 വന്നു. അപ്പോൾ വൈ ഇസഡ് ജി 4 ആണെങ്കിൽ വൈ ഇസഡ് ജി ഈ ട്രയാങ്കിൾ അല്ലേ? വൈ ഇസഡ് ജി 4 ആണെങ്കിൽ എക്സ് ജി ഇസഡ് 4 ആയിരിക്കും, എക്സ് ജി വൈ 4 ആയിരിക്കും. അപ്പോൾ ഇത് 4 ആയിരിക്കും, ഇത് 4 ആയിരിക്കും, ഇതും 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ട്രയാങ്കിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ ഇസഡ് കിട്ടും. നിങ്ങളൊന്ന് നോക്കുക, ഈ 3 ട്രയാങ്കിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ ഇസഡ് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നോക്കിയേ, ജി എൽ എം ട്രയാങ്കിൾ ജി എൽ എം എന്ന് പറഞ്ഞാൽ 1 ആണ് ഏരിയയുടെ റേഷ്യോ. ഇനി ഈ 3 ട്രയാങ്കിളും കൂടി ആഡ് ചെയ്യുക, 4 + 4 + 4 12. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് വൈ ഇസഡ് കിട്ടി 12. അപ്പോൾ 1/12 ആണ് ഉത്തരം. 1:12 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 60 minus tan 15 divided by 1 plus tan 60 into tan 15. ഇതൊരു ഫോർമുലയാണ്, ശ്രദ്ധിക്കുക. tan a minus b is equal to tan a minus tan b divided by 1 plus tan a tan b. നോട്ട് ചെയ്യുക, tan a minus b is equal to tan a minus tan b divided by 1 plus tan a tan b. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 60 ആണ്, ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 15 ആണ്. അങ്ങനെയാണെങ്കിൽ tan a minus b, tan
എ മൈനസ് ബി എന്തായിരിക്കും 60 മൈനസ് 15 tan 45 ആയിരിക്കും കറക്റ്റ് ആൻസർ. tan 45 1 ആണ്. tan 45 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇഫ് 3 sec square x minus 4 is equal to 0, then find the value of x. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 sec square x minus 4 is equal to 0. അങ്ങനെയാണെങ്കിൽ sec square x എന്ത് കിട്ടി? 4/3. അങ്ങനെയാണെങ്കിൽ sec x എന്തായിരിക്കും? 2/√3. ഓക്കെ, അപ്പോൾ sec 30 ആണ് 2/√3. sec 30 ആണ് 2/√3. ഉത്തരം 30. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. If 4 cos square theta minus 3 sin square theta is equal to -2 അല്ലെങ്കിൽ +2 is equal to 0, then the value of tan theta is. അപ്പോൾ 4 cos square theta minus 3 sin square theta +2 equal to 0 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 4 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. നമുക്കൊരു ഫേമസ് ഐഡൻറ്റിറ്റി അറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്തായിരിക്കും? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് ഇവിടെ എന്തോന്നു? -3 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ 4 അകത്തേക്ക് പോയി. 4 മൈനസ് 4 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 3 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 ഈക്വൽ ടു 0. 2 + 4 6 ആണ്. -4 -3 -7 ആണ്. അപ്പോൾ 7 സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 6 എന്ന് വരും. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് വരും? 6/7 എന്ന് വരും. സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 6/7. അപ്പോൾ സൈൻ തീറ്റ എന്ത് കിട്ടി? സൈൻ തീറ്റ എന്ന് പറയുന്നത് √6/√7 അല്ലെങ്കിൽ √6/7. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ അക്യൂട്ട് ആംഗിൾ തീറ്റ. ഇനി സൈൻ തീറ്റ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് √6, ഹൈപ്പോട്ടന്യൂസ് √7. പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ സൈഡ് എന്ത് വരും? 1 വരും. AB² + BC² = AC². ഓക്കെ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ സൈഡ് 1 വരും. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് √6 ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്താണ്? 1 ആണ്. സോ ഉത്തരം √6 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ₹3,600 is divided between Seema, Komal and Rita such that the ratios of the shares of Seema is to Komal. നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം. സീമ ഈസ് ടു കോമൾ എത്രയാണ്? 1.5:2. ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3:4 വരും. ഇനി ആൻഡ് കോമൾ ഈസ് ടു റീത്ത ഈസ് 2:2.5. അവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കോമൾ ഈസ് ടു റീത്ത 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 4:5 എന്ന് കിട്ടി. 4:5. ഓക്കെ, അപ്പോൾ നോക്കിയേ, സീത, കോമൾ, റീത്ത ഇവർ 3 പേരും. ഇവരുടെ 3 പേരുടെ റേഷ്യോ നോക്കുക. കോമളുടെ റേഷ്യോ സെയിം ആണ് അല്ലേ? 4ഉം 4ഉം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാം. സീത, കോമൾ, റീത്ത എന്തോന്നു റേഷ്യോ? 3, 4, 5. അപ്പോൾ ഈ റേഷ്യോയിലാണ് ആ മണി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? ₹3,600 ഈ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ റേഷ്യോയുടെ ടോട്ടൽ, ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 3 + 4 7, 7 + 5 12. അപ്പോൾ 12 ആയിരിക്കും 3,600. 1 ആയിരിക്കും 300. അപ്പോൾ 1ൻ്റെ വാല്യൂ 300. ഫൈൻഡ് റീത്താസ് ഷെയർ. റീത്തയുടെ ഷെയർ 5 ആണ്. സോ 5ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1500. 1ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 5ൻ്റെ വാല്യൂ 1500. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ് ആർ ഇൻ ദ റേഷ്യോ 5:2. If the perimeter of the field is 238 meter, find the length of the field. ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 5x. ബ്രെഡ്ത്ത് എത്രയാണ്? 2x. ഓക്കെ, ഈ റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. ഇനി പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താ? 2 × L + B ആണ് പെരിമീറ്റർ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 2 × L + B ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × L എത്രയാണ്? 5x. B എത്രയാണ്? 2x. അപ്പോൾ 2 × 7x is equal to 238. 2 × 7x is equal to 238. 7 വെച്ച് കട്ട് ചെയ്യാം. 3, 4.
34 2 വെച്ച് കട്ട് ചെയ്യാം, എത്ര വന്നു 17. അപ്പോൾ എക്സ് ഈസ് ഈക്വൾ ടു എത്ര വന്നു 17 വന്നു. എക്സ് ഈസ് ഈക്വൾ ടു 17. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫീൽഡ് എന്നാണ്. ലെങ്ത്ത് 5x ആണ്, ലെങ്ത്ത് 5x ആണ്. സോ എൽ ഈസ് ഈക്വൾ ടു 5 ഇൻറ്റു 17 എത്ര വന്നു 85. 85 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഇഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൾ ടു 10, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് ഈസ് ഈക്വൾ ടു 75 ആൻഡ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൾ ടു 15, then the value of x square plus y square plus z square minus xy minus yz minus zx. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 10 എന്ന് തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് എത്രയാണ് 75 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 15 എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ ഇസഡ് മൈനസ് ഇസഡ് എക്സ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഫോർമുല ഉണ്ട്, നോട്ട് ചെയ്യുക. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് മൈനസ് 3xy ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇൻറ്റു ഇവിടെ ബാക്കി എഴുതാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ ഇസഡ് മൈനസ് ഇസഡ് എക്സ്. ഓക്കെ, മൈനസ് എക്സ് വൈ മൈനസ് വൈ ഇസഡ് മൈനസ് ഇസഡ് എക്സ്. അപ്പോൾ ഈ ടേമാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ ഇസഡ് മൈനസ് ഇസഡ് എക്സ് എന്ന ടേമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമുക്കറിയാം എത്രയാണ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇസഡ് ക്യൂബ് എത്രയാണ് തന്നിരിക്കുന്നത് 75 ആണ്. 75 മൈനസ് 3 ഇൻറ്റു എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡ് 15 ആണ്. 3 ഇൻറ്റു എക്സ് വൈ ഇസഡ് അപ്പോൾ എന്ത് തോന്നുന്നു 3 ഇൻറ്റു 15 45 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് 10 ആണ് ഇൻറ്റു പിന്നെയുള്ള ടേം ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ ഇസഡ് മൈനസ് എക്സ് ഇസഡ് എക്സ്. അത് ഞാൻ എന്ത് ചെയ്ത് കെ എന്ന് എഴുതി. ഓക്കെ, ഇനി 75 മൈനസ് 45 30 ആണ്. 30 ഈസ് ഈക്വൽ ടു 10k. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി 3. ഓക്കെ, കെ ഈസ് ഈക്വൽ ടു 3. അതായത് ഈ ടേം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ മൈനസ് എക്സ് വൈ മൈനസ് വൈ ഇസഡ് മൈനസ് ഇസഡ് എക്സ് എന്നുള്ളത് 3 എന്ന് കിട്ടി. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 11 ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു 15, then a square plus b square is equal to, സിമ്പിൾ ക്വസ്റ്റ്യൻ, a plus b the whole square അല്ലേ. a plus b the whole square അപ്ലൈ ചെയ്യാം. a plus b the whole square നമുക്കറിയാം a square plus b square plus 2ab. ഓക്കെ, അപ്പോൾ a plus b എന്താണ് 11 ആണ്. 11 square 121 is equal to a square plus b square plus 2 into ab. ab 15 ആണ്, 2 into ab 30 ആണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ a square plus b square എന്ത് കിട്ടി 91 കിട്ടി. 91. സോ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ദി ആവറേജ് ഓഫ് ദി റൺസ് ഓഫ് എ ക്രിക്കറ്റ് പ്ലെയർ ഇൻ 20 matches ഈസ് 35. ഇഫ് ദി ആവറേജ് ഓഫ് ദി ഫസ്റ്റ് 12 matches ഈസ് 45, ഫൈൻഡ് ദി ആവറേജ് ഓഫ് ലാസ്റ്റ് 8 matches. അപ്പോൾ എന്താണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് 20 മാച്ചസിൻ്റെ ആവറേജ് അല്ലേ. 20 മാച്ച് ആവറേജ് റൺസ് തന്നിട്ടുണ്ട് 20 മാച്ചസിൻ്റെ. എത്രയാണത് 35 ആണ്. ഇഫ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 12 matches, ആദ്യത്തെ 12 മാച്ചസിൻ്റെ ആവറേജ് 45 ആണെങ്കിൽ ബാക്കിയുള്ള 8 മാച്ചസിൻ്റെ ആവറേജ് എന്തായിരിക്കുമെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി പോകാം. 20 മാച്ചസ് ഇങ്ങനെ എഴുതുക. 20 മാച്ചസിൻ്റെ ആവറേജ് എത്രയാണ് 35 ആണ്. ആദ്യത്തെ 12 മാച്ചസിൻ്റെ ആവറേജ് 45 ആണ്. പ്ലസ് 8 മാച്ചസിൻ്റെ ആവറേജ് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെയ്റ്റഡ് ആവറേജിൻ്റെ കൺസെപ്റ്റ് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ 3 നമ്പേഴ്സ് എഴുതി 1 2 3. ഓക്കെ, 1 2 3. ഇതിന് മീൻ എന്താ? ഇതിൻ്റെ ആവറേജ്, അതായത് ആവറേജ് 2 ആണ് അല്ലേ. 3 + 2 5 ആണ്. 5 + 1 6 ആണ്. 6 / 3 2. അപ്പോൾ നോക്കിയേ, ഈ മീനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ്, അതായത് 1 എത്രയാണ് ഡീവിയേഷൻ വരുന്നത് -1 അല്ലേ. മീനിൽ നിന്നും -1 കുറവാണ്. ഈ 3യോ മീനിൽ നിന്നും +1 കൂടുതലാണ് അല്ലേ. 1 കൂടുതലാണ്. ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കി എന്ത് കിട്ടും നമുക്ക് -1 + 1 = 0 എന്ന് കിട്ടും. ഓക്കെ, -1 + 1 0 എന്ന് കിട്ടും. അതായത് എന്ത് കിട്ടി 1 = 1 എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക,
20/35. ഇവിടെ നോക്കിയേ, ഇവിടെ മീനിൽ നിന്നും എത്ര കൂടുതലാണ്? 10 കൂടുതലാണ് അല്ലേ? 10 കൂടുതലാണ്. പക്ഷേ 12 എണ്ണത്തിനാണ്. സോ 12 × 10 ഈസ് ഈക്വൽ ടു അല്ലേ 10 കൂടുതലാണ്. ഇനി അപ്പുറത്ത് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 8 × അവിടെ എന്തായിരിക്കും വരിക? അവിടെ കുറവായിരിക്കും വരിക. കെ കുറവാണെന്ന് വിചാരിക്കുക അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ഡീവിയേഷൻ കുറവാണെങ്കിൽ ഇവിടെ ഡീവിയേഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കണം, എന്നാലാണ് അത് ബാലൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടുതലാണ്, ഈ മീനിനെക്കാട്ടും അല്ലെങ്കിൽ ഈ ആവറേജിനെക്കാട്ടും, ടോട്ടൽ ആവറേജിനെക്കാട്ടും കൂടുതലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കണം. ഓക്കെ, കുറവായിരിക്കണം വരുന്നത്. അപ്പോൾ ആ കുറവ് കെ ആണെന്ന് വിചാരിക്കുക. ഇനി ഇതങ്ങ് സോൾവ് ചെയ്യുക. 120/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 15 ആണ്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 15. മീനിൽ നിന്നും 15 കുറയണം, ആവറേജിൽ നിന്നും 15 കുറയണം. ആവറേജ് എന്ന് പറഞ്ഞാൽ 35 ആണ്. അപ്പോൾ എന്താണ് ഉത്തരം? 15 കുറഞ്ഞാൽ എന്താണ് ഉത്തരം? 20 ആണ് ഉത്തരം. 20 ആണ് കറക്റ്റ് ആൻസർ. 20 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഓൺ സെല്ലിംഗ് എ ബൈക്ക് ഫോർ ₹2,500, a seller incurs a loss of 20%. What price would have caused him to lose 30%? ഓക്കെ, ഇതിനൊരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ ചെയ്താണ്, CP എന്നുള്ളത് 100% ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ അദ്ദേഹം സെല്ല് ചെയ്യുന്നത് എന്താണ്? 20% ലോസിനാണ് സെല്ല് ചെയ്യുന്നത്. അതായത് എസ് പി എന്ന് പറയുന്നത് 80% ആണ്. ഓക്കെ അല്ലേ? 80% ലോസിന് അല്ലെങ്കിൽ 20% ലോസിനാണ് അദ്ദേഹം സെല്ല് ചെയ്യുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 80% ആയിരിക്കും. ആ 80% ആണ് എന്ത്? 2,500. ഓക്കെ, 2,500. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 2,500 ഡിവൈഡഡ് ബൈ 80. ഓക്കെ അല്ലേ? 2,500 ഡിവൈഡഡ് ബൈ 80. ഇനി വാട്ട് പ്രൈസ് വുഡ് ഹാവ് കോസ്ഡ് ഹിം ടു ലൂസ് 30%? അങ്ങനെയാണെങ്കിൽ 30% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? സെല്ലിംഗ് പ്രൈസ് 30% നഷ്ടമാവണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 70% ആയിരിക്കും. അപ്പോൾ 70% എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 1% ഇത്രയാണ്. അപ്പോൾ 70% എന്ന് പറഞ്ഞാൽ 2,500 ഡിവൈഡഡ് ബൈ 80 × 70. ഓക്കെ, ക്യാൻസൽ ചെയ്യുക. 25 7 175. ഓക്കെ, 175 ഡിവൈഡഡ് ബൈ 8. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ 25 × 100 × 7 ഡിവൈഡഡ് ബൈ 8 അല്ലേ? 8. 4 വെച്ച് കട്ട് ചെയ്യാം. 2 ഇവിടെ എന്തായി? 25. 625 × 7. 625 × 7 എന്ന് പറയുന്നത് 5 3 17 4375 ആണ്. 4375 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 2187.5. 2187.5 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ റണ്ണർ ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h. If he runs at a speed of 30 km/h, then what will be the decrease in the percentage of his speed B? ഓക്കെ, അപ്പം 40-ൽ നിന്നും 30-ലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ ആ ഡിക്രീസ് ചെയ്ത സ്പീഡിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 40-ൽ നിന്നും എത്രയായി? 30-ലേക്കായി അല്ലേ? അപ്പോൾ എത്രയാണ് ഡിക്രീസ് ചെയ്തത്? 10 ആണ് ഡിക്രീസ് ചെയ്തത്. എവിടെ നിന്നാണ്? 40-ൽ നിന്നും. സോ ഇൻറ്റു 100. 10/40 × 100, 100/4, അതായത് 25% ഡിക്രീസ്. 25% ആണ് ഡിക്രീസ്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2.1 + 2.25 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിലെ 63 മൈനസ് അഗെയിൻ ബ്രാക്കറ്റ് 7.5 × 8 പ്ലസ് ബ്രാക്കറ്റ് 13 - 2.5 × 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇത് ബോർഡ് മാസ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്. 2.1 + 2.25 ഡിവൈഡഡ് ബൈ, ഇനി ബ്രാക്കറ്റാണ്, ഇതാണ് നമുക്ക് ആദ്യം സോൾവ് ചെയ്യേണ്ടത്. 63 മൈനസ് 7.5 × 8 60 പ്ലസ് 13 - 2.5 × 5 ഇത് എത്രയാണ്? 12.5 ആണ്. സോ 13 - 12.5 0.5 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 2.1 + 2.25 ഡിവൈഡഡ് ബൈ 63 - 60.5 എന്ന് പറയുന്നത് എന്താണ്? 2.5 ആണ്. ഇനി ഡിവിഷനാണ് പിന്നെ ചെയ്യേണ്ടത്. 2.25 ഡിവൈഡഡ് ബൈ 2.5 എന്താണ്? 25 × 9 ആണ് 225. അപ്പോൾ ഇതെന്ത് വരും? 0.9 വരും. അപ്പോൾ 2.1 + 0.9, അപ്പോൾ എന്ത് കിട്ടി? 3. ഉത്തരം 3 ആണ് കറക്റ്റ് ആൻസർ. ഉത്തരം 3, ഓപ്ഷൻ സി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം.
In how many years will the simple interest on a sum of money be equal to the principal at the rate of 12 2/4%? അപ്പോൾ ഒരു റേറ്റ് തന്നിട്ടുണ്ട്, എത്രയാണത്? 12 2/4% പെർ ആനം. ഈ റേറ്റിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രിൻസിപ്പളും ഇൻട്രസ്റ്റും ഈക്വൽ ആവുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഫോർമുല അറിയാം. ഐ ഈസ് ഈക്വൽ ടു, ബേസിക് ഫോർമുലയാണ്, ഐ ഈസ് ഈക്വൽ ടു PRT ഡിവൈഡഡ് ബൈ 100. ഐ ഈസ് ഈക്വൽ ടു PRT ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ഐ പി എപ്പോഴാവുന്നതാണ് ചോദ്യം. ഐ ഈസ് ഈക്വൽ ടു പി ആണ്. പി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു റേറ്റ് എത്രയാണ്? 12 2/4 എന്ന് പറയുന്നത് 12.5 ആണ്. ഇൻറ്റു ടൈമാണ് ചോദിച്ചിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ 100. പിയും പിയും ക്യാൻസൽ ചെയ്യുക. സോ ടി ഈസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 12.5. 100 ഡിവൈഡഡ് ബൈ 12.5 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 ഇയേഴ്സ്. ഓക്കെ, ഓപ്ഷൻ എ 8 ഇയേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. PQR is an isosceles triangle such that PQ is equal to QR. നമുക്ക് എഴുതി പോവാം. PQR isosceles triangle ആണ് ആൻഡ് PQR is equal to 90 ഡിഗ്രി. അപ്പോൾ PQR 90 ഡിഗ്രി ആണ്, Q ആണ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. ഇനി PQ is equal to QR എന്ന് തന്നിട്ടുണ്ട്. What is the length of the perpendicular drawn from Q on PR? Length of the perpendicular drawn from Q on PR. അപ്പോൾ ഈ ലെങ്ത് QD എന്ന് പറഞ്ഞ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. QD. ഓക്കെ, QD എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്, പെർപെൻഡിക്കുലർ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി PQ is equal to QR is equal to 10 തന്നിട്ടുണ്ട്. PQ is equal to QR 10. അങ്ങനെയാണെങ്കിൽ PR എത്രയായിരിക്കും? PR എന്ന് പറഞ്ഞാൽ 10√2 ആയിരിക്കും അല്ലേ? പൈതഗോറസ് തിയറം അനുസരിച്ച് PR എന്നാൽ 10√2 ആണ്. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് QD ആണ്. QDക്ക് ഒരു ഫോർമുല ഉണ്ട്. QD is equal to PQ into QR divided by PR. Hypotenuse divided by PR. PQ into QR divided by PR. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഒരു ട്രയാങ്കിളിൻ്റെ ബേസിക് ഫോർമുല എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? സോ ഇവിടെ PQ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ, അതായത് ഹൈറ്റ് ആയിട്ടും QR എന്ന് പറയുന്നത് ബേസ് ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു PQ ഇൻറ്റു QR എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിന് മറ്റൊരു പെർപെൻഡിക്കുലർ ഉണ്ട്. ഏതാണ്? QD എന്ന് പറയുന്നതും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ നോക്കിയാൽ, അപ്പോൾ ഇതിൻ്റെ ബേസ് എന്തായിരിക്കും? PR ആയിരിക്കും. അവിടെ ബേസ് PR ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഹാഫ് ഇൻറ്റു QD ഇൻറ്റു PR എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ആണ്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഫോർമുല വരുന്നത്. തൽക്കാലത്തേക്ക് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. QD ഈസ് ഈക്വൽ ടു PQ ഇൻറ്റു QR ഡിവൈഡഡ് ബൈ PR. സോ QD ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PQ 10 ആണ്, QR 10 ആണ്, ഡിവൈഡഡ് ബൈ എന്ത് കിട്ടി? 10√2. PR 10√2 ആണ്. ക്യാൻസൽ ചെയ്യുക. 10/√2 ആണ്. ഇവിടെ √2 മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെയും √2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ √2 ഇൻറ്റു √2 2 വരും. 10 ഡിവൈഡഡ് ബൈ 2 5. ഉത്തരം 5√2. 5√2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. DI ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. The given graph represents the percentage distribution of the total expenditure of a company. Study the graph and answer the question that follows. Okay, അപ്പോൾ ഒരു കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇത് പെർസെൻറ്റേജ് സ്പെൻഡ് ആണ്, പെർസെൻറ്റേജ് ആണിത്. ഇതിൽ ഇതെന്താ? കമ്പനിയുടെ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. അതായത് ഇവിടെ നോക്കുക, ഇതെന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ, ട്രാൻസ്പോർട്ട്, അഡ്വർടൈസ്മെൻറ്റ്, ടാക്സസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചോദ്യത്തിലേക്ക് പോവാം. The total expenditure of the company is how many times the total expenditure on research and development and salary? Okay, ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പായിപ്പോയി. ഇതായിരുന്നു നമ്മുടെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഡാറ്റ സെയിം തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കിയാൽ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പോർട്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പോർട്ട്, ഇതിൻ്റെ സം എടുക്കാം. 25 + 17.5 എത്രയാണ്? 42.5 ആണ് അല്ലേ? 42.5 ഡിവൈഡഡ് ബൈ 42.5 ഡിവൈഡഡ് ബൈ to the total expenditure on taxes and interest on loans. ടാക്സസും ഇൻട്രസ്റ്റ് ഓൺ ലോൺസും തമ്മിലുള്ള സം എടുത്തിട്ട് അവരുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എത്ര സം?
10 plus 22.5, 32.5. ഓക്കെ, അപ്പോൾ 425 ഡിവൈഡഡ് ബൈ 325. 425 ഡിവൈഡഡ് ബൈ 325 ആണ് ചോദിച്ചിരിക്കുന്നത്. 5 വെച്ച് കട്ട് ചെയ്യാം. 85 ഡിവൈഡഡ് ബൈ 65. പിന്നെ 5 വെച്ച് കട്ട് ചെയ്താൽ എന്ത് കിട്ടി? 17 ഡിവൈഡഡ് ബൈ 13. അപ്പോൾ 17:13 ആണ് കറക്റ്റ് ആൻസർ, ഡി. ഓക്കെ, അപ്പോൾ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പോർട്ട്? ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് 425 to the total expenditure on taxes and interest on loans. Taxes and interest on loans എത്ര കിട്ടി? 325. ഓക്കെ അല്ലേ? അപ്പോൾ 425 ഡിവൈഡഡ് ബൈ 325 ആൻസർ 17:13. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. സെയിം ഡാറ്റയാണ്, ചോദ്യം നോക്കാം. The total expenditure of the company is how many times the total expenditure on research and development and salary? ഓക്കെ, അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി കമ്പനി നോക്കാം. മൊത്തം ടോട്ടൽ നോക്കാം. നമുക്ക് ആദ്യം പോയിൻ്റ് എടുക്കാം. 17.5 പ്ലസ് 22.5 എത്ര കിട്ടി? 40. ഓക്കെ, ഇനി 25 പ്ലസ് 20, 45 45, 55, 60, 75. ഓക്കെ, അപ്പോൾ 40 പ്ലസ് 75 115. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 115 ആണ്. ഈസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഹൗ മെനി ടൈംസ്, അത് എക്സായിട്ട് എടുക്കുക. ഹൗ മെനി ടൈംസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എത്രയാണ്? 5 ആണ്. ആൻഡ് സാലറി എത്രയാണ്? 15 ആണ്. ഓക്കെ, 15 പ്ലസ് 5 20. അപ്പോൾ എക്സ് ഇൻറ്റു 20. എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈസ് ഈക്വൽ ടു 5.75 എന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 5.75, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഇത് വേറെ ഡി ഐ ആണ്, വേറെ ഡാറ്റയാണ്. ദ ഫോളോയിങ് ഗ്രാഫ്സ് ഷോസ് ദ പെർഫോമൻസ് ഇൻ അഗ്രിഗേറ്റ് മാർക്സ് ഓഫ് 2 board examinations of a group of friends on the basis of graph. Identify the girls who has shown the maximum improvement from class 10 to class 12. ഓക്കെ, അപ്പോൾ 2 ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 10ഉം 12ഉം അല്ലേ? 10th 12th. ഇപ്പോൾ 10ൽ നിന്ന് 12ലേക്ക് മാക്സിമം പെർഫോമൻസ് നടത്തിയ ആൾ ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ ഡാറ്റ നോക്കാം. ഇത് പെർസെൻറ്റേജ് ആണ്, അഗ്രിഗേറ്റ് മാർക്സിൻ്റെ പെർസെൻറ്റേജ് ആണ്. 98ഉം 86ഉം 85 90 62 71 79 82 72 86 76 86. ഇനി ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. സുനിത, വീണ, മീന, ശിവാനി, അൽക്ക, മാധു. ഓക്കെ, ഇനി എത്രയാണ് ഇൻക്രീസ് എന്ന് നോക്കാം. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ആദ്യത്തെ ആളാരാ? വീണ. ഓക്കെ, വീണ നോക്കിയേ, 85 നിന്നും 90ലേക്ക്, 85 നിന്നും 90ലേക്ക് എത്ര ഇൻക്രീസായി? 5 ഇൻക്രീസായി അല്ലേ? 5 ഇൻക്രീസായി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. 100% ആണ് 85, 10% ആണ് 8.5. പക്ഷേ ഇൻക്രീസ് 5 ആണ്. അപ്പോൾ ലെസ് ദാൻ 10% ആണ് ഇവിടുത്തെ ഇൻക്രീസ്. ഇനി അടുത്ത ആൾ നോക്കാം. അൽക്ക. ഓക്കെ, അൽക്ക നോക്കിയേ, 72 to 86, 72 നിന്നും 86ലേക്ക്, 72 നിന്നും 86ലേക്ക് എത്ര ഇൻക്രീസായി? 14 ഇൻക്രീസായി അല്ലേ? 14 ഇൻക്രീസായി. നോക്കിയേ, 72 എന്ന് പറയുന്നത് 100%ആണ്. 10% 7.2 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എന്തായി? 14.4 അല്ലേ? അപ്പോൾ നോക്കിയാൽ അപ്രോക്സിമേറ്റ്ലി 20% ആണ് ഇവിടുത്തെ ഇൻക്രീസ്. 20% ആണ് ഇവിടുത്തെ ഇൻക്രീസ് അപ്രോക്സിമേറ്റ്ലി. ഇനി മൂന്നാമത്തെ ആൾ നോക്കാം. മീന. മീന നോക്കിയേ, 62 to 71, 62 നിന്നും 71ലേക്ക് എത്രയാണ് ഇൻക്രീസ്? 9 ആണ് ഇൻക്രീസ്. 100% 62 ആണ്. 10% 6.2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി 6.2ൻ്റെ പകുതിയാണ് 3.1 അല്ലേ? അപ്പോൾ 15%. അപ്രോക്സിമേറ്റ്ലി 15% ആയിരിക്കും ഇവിടെ ഇൻക്രീസ്. 15% 9. ഇനി നാലാമത്തെ നോക്കാം. മാധുവിൻ്റെ ഇൻക്രീസ് എങ്ങനെ വരുന്നത്? 76 നിന്നും 86ലേക്ക്, 76 നിന്നും 86ലേക്ക് എത്രയാണ് ഇൻക്രീസ്? 10 ആണ് ഇൻക്രീസ്. 10 ആണ് ഇൻക്രീസ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ മതി. ഇവിടെ ഒന്നാമത് 20 കിടപ്പുണ്ട്. അപ്പോൾ നോക്കിയാൽ 100% ആണ് 76, 10% ആണ് 7.6. അപ്പോൾ ഇവിടെ എന്തായാലും
15% താഴെ ആയിരിക്കും അല്ലേ, അപ്രോക്സിമേറ്റ്ലി 15% താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 20% എന്തായാലും താഴെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ആരാ മാക്സിമം ഇൻക്രീസ് ചെയ്യുന്ന ആരാ? ആൽക്കയാണ് മാക്സിമം പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ആൻസർ ഈസ് ആൽക്ക. അപ്രോക്സിമേറ്റ്ലി 20% ഇൻക്രീസ് ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങളൊന്നും കൂടി ഒന്ന് നോക്കുക. മാക്സിമം ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, മാക്സിമം പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് ആൽക്കയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. പഴയ ഡാറ്റ തന്നിരിക്കുകയാണ്, നേരത്തെ ഡാറ്റയാണ്. ദ ഗിവൺ ഗ്രാഫ്സ് റെപ്രസെൻറ്റ്സ് ദ പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് എ കമ്പനി. ഇത് നമ്മൾ നോക്കിയതാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ദ എക്സ്പെൻഡിച്ചർ ഓൺ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദി എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 22.5 ആണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺസിൻ്റെ എക്സ്പെൻഡിച്ചർ വരുന്നത് 22.5 ആണ്. ട്രാൻസ്പോർട്ട് എത്രയാണ്? 17.5 ആണ് തന്നിരിക്കുന്നത് അല്ലേ. 17.5% ആണ് ട്രാൻസ്പോർട്ടിൻ്റെ എക്സ്പെൻഡിച്ചർ തന്നിരിക്കുന്നത്. എത്ര കൂടുതലാണ്, എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് നോക്കിയേ? 5% കൂടുതലാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, 5% കൂടുതലാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് പെർസെൻറ്റേജ് മോർ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്പോർട്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ട്രാൻസ്പോർട്ടിനെക്കാട്ടും എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? ഓക്കെ, 5% കൂടുതലാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ ദ ഫിഗർ L is the center of the circle and ML is perpendicular to LN. Okay, if the area of the triangle MLN is 36, then the area of the circle is. അപ്പോൾ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. L സെൻറ്റർ ആണ് തന്നിട്ടുണ്ട്. L സെൻറ്റർ ആണ്. MLN ഒരു ട്രയാങ്കിളാണ്. ML ഈസ് പെർപെൻഡിക്കുലർ ടു LN തന്നിട്ടുണ്ട്. ഇത് എന്തായി? 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ചോദ്യം എന്താണ്? ഇഫ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ MLN ഈസ് ഈക്വൽ ടു 36, ദെൻ ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ML എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ആണ്. LN എന്ന് പറഞ്ഞാലും എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ R ഇതെന്തായി? R. ഇനി ഇവിടെ നോക്കിയേ, രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ എന്താണ്? ഐസോസിലസ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഐസോസിലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പൈതഗോറസ് തിയറം അനുസരിച്ച് ഇതെന്തായിരിക്കും? R√2 ആയിരിക്കും. MN എന്ന് പറഞ്ഞാൽ R√2 ആയിരിക്കും. അതായത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി നമുക്കറിയാം ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് എന്തായിരിക്കും? 6 അല്ലേ. ഇനി ഹാഫ് ഇൻറ്റു ബേസ് 6 ആയിരിക്കും. പെർപെൻഡിക്കുലർ സൈഡാണ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എത്ര? ഹൈറ്റും 6 ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ട്രയാങ്കിളിൻ്റെ ഫോർമുല. ബേസ് റേഡിയസ് ആണ് 6 ആണ്, പെർപെൻഡിക്കുലറും 6 ആണ്. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 6 എന്ത് കിട്ടി? ട്രയാങ്കിളുടെ ഏരിയ. ട്രയാങ്കിളുടെ ഏരിയ തന്നിരിക്കുന്നത് 36 ആണ്. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഏരിയ 36. അപ്പോൾ R² എന്ത് കിട്ടി? R² 72. ഓക്കെ, R² വാല്യൂ 72. നമുക്കറിയാം ഏരിയ ഓഫ് ദി സർക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ദി സർക്കിൾ എന്താ? πr² അല്ലേ. ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ πr² ആണ്. R² 72 എന്ന് കിട്ടി. സോ ഉത്തരം 72 π. ഓക്കെ അല്ലേ, 72 π. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആ 12 ഒക്ടോബർ 2ാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ച മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കാൻ ശ്രമിക്കുക. നമ്മളും ശ്രമിക്കുന്നതായിരിക്കും. CHSL കംപ്ലീറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം CHSL എക്സാം എന്നാണ്? 12 ഏപ്രിലാണ് അല്ലേ. 12 ഏപ്രിൽ എന്തോ ആണ്. അപ്പോൾ ഇനി ആകെ ഒരു മാസമോ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം, മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ തെറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സെയിം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത വീഡിയോ കിട്ടാനായിട്ട്, ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് എന്താണ്? ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ദിസ് ഈസ് അർജുൻ ഫ്രം സക്സസ് അക്കാഡമി. ബൈ.